അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സ്വല്ല ഫിൽ മസ്ജിദിൽ ഹറാമിൽ മക്തൂബത, മസ്ജിദിൽ ഹറാമിൽ വെച്ച് ഫർള് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവർ ഫർള് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം സുമ്മ തഖദ്ദമ ഫജഅല യുസല്ലി ഹാവുന വ ഹാവുന, ബഹുമാനപ്പെട്ടവർ അതിൻ്റെ ശേഷം കുറേ നേരം സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചു. പക്ഷേ എങ്ങനെയാണ് നിസ്കരിച്ചത്? ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ടല്ല ബഹുമാനപ്പെട്ടവർ നിസ്കരിച്ചത്. കുറേ സ്ഥലങ്ങളിലായിട്ട്, കുറച്ച് മുമ്പിൽ പോയി നിസ്കരിക്കും, കുറച്ച് പിന്നിൽ വന്ന് നിസ്കരിക്കും, കുറച്ച് അങ്ങോട്ട് പോയി നിസ്കരിക്കും, കുറച്ച് ഇങ്ങോട്ട് പോയി നിസ്കരിക്കും. അങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലായിട്ട് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇങ്ങനെ കുറേ നേരം സുന്നത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുകയാണ്. ഇത് കണ്ടപാടെ കൂടെയുള്ളവർക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. എന്തേ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിസ്കരിക്കാത്തത്? വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ എന്തിനാണ് ബഹുമാനപ്പെട്ടവർ നിസ്കരിക്കുന്നത്? അതൊരു കൗതുകമാണല്ലോ. അപ്പം എന്തെങ്കിലും അതിൻ്റെ പിന്നാലെ ബഹുമാനപ്പെട്ടവർ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ നിസ്കാരങ്ങളൊക്കെയും കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അല്ല നിങ്ങളെന്തേ അങ്ങനെ നിസ്കരിക്കാനുള്ള കാരണം? കുറേ നേരം നിസ്കരിച്ചു, പക്ഷേ ഇങ്ങനെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിസ്കരിക്കാനുള്ള കാരണം എന്തേ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ഒരു വാക്ക്, ഒരു ആയത്ത് അവിടെ നിന്ന് ഓതിക്കേൽപ്പിച്ചു. വളരെ ശ്രദ്ധേയമായ, നാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഇദാ സുൽസിലത്തുൽ അർളു സിൽസാലഹ എന്നുള്ള ആ സൂറത്തിൽ അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ എന്നുള്ള ആയത്തിനെ പേടിച്ചുകൊണ്ടാണ്, എന്നുള്ള ആയത്തിനെ അമല് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്താണ് ആ ആയത്തിൽ പറഞ്ഞത്? നാം നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിൽ നാം ചെയ്യുന്ന ഓരോരോ അമലുകളും, നമ്മൾ എവിടെയാണോ ഒരു അമല് ചെയ്തത് ആ അമല് നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾക്ക് സാക്ഷ്യം നിൽക്കുകയാണ്. അതായത് ഒരു മുഅ്മിൻ ഒരു സ്ഥലത്ത് സുജൂദ് ചെയ്താൽ ആ സുജൂദ് ചെയ്ത സ്ഥലം നാളെ റബ്ബിൻ്റെ മുമ്പിൽ അല്ലാഹുവേ ഇവൻ ഈ സ്ഥലത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഈ മസ്ജിദുൽ ഹറാമിലെ കുറേ സ്ഥലങ്ങൾ നാളെ ഖിയാമത്ത് നാളിൽ എനിക്ക് റബ്ബിൻ്റെ അടുക്കൽ നല്ലതായിട്ട് അബൂ ഉമാമ ഇവിടെ കുറേ സുജൂദ് ചെയ്തിട്ടുണ്ട് എന്നും, ഇത് പരിശുദ്ധമായ സ്ഥലങ്ങളാണല്ലോ, അപ്പോൾ ഈ പരിശുദ്ധമായ സ്ഥലങ്ങൾ നാളെ ആഖിറത്തിൽ എനിക്ക് വേണ്ടി നല്ലതായിട്ട് സാക്ഷി നിൽക്കാൻ വന്നാൽ അതെത്ര വലിയ ഉപകാരപ്പെടുമല്ലോ. അതിനെ കൊതിച്ചിട്ടാണ് ഞാനിങ്ങനെ കുറേ സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. എന്താണ് ആ ആയത്ത് നമ്മെ പഠിപ്പിച്ചത്? അതേ എല്ലാ സ്ഥലങ്ങളും നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി നിൽക്കും. ഇന്ന മുഅ്മിൻ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നാം ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. നാം ഒരു സ്ഥലത്ത് ദോഷം ചെയ്യുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ആ സ്ഥലം കൂടി നമ്മൾക്ക് കേടായി സാക്ഷി നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് നാം ഓർത്തു നോക്കണം, നമ്മുടെ വീടിൻ്റെ എത്രയോ മുറികൾ, എത്രയോ റൂമുകൾ നമുക്ക് കേടായി സാക്ഷി നിന്നു പോകും. കാരണം നമ്മുടെ വീടുകൾ വെച്ച് ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് എത്രയോ സ്ഥലങ്ങളിൽ നാം പല ഹറാമിയത്തുകൾ ചെയ്തിട്ടുണ്ട്. അവിടെയാണെന്ന് നാം ഓർക്കേണ്ടത്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ, ആ സ്ഥലങ്ങളെല്ലാം നാളെ റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് കേടായി സാക്ഷി നിൽക്കുകയാണ്. അതും കൂടി നാം ഇതിലൂടെ മനസ്സിലാക്കണം. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നാളെ റബ്ബിൻ്റെ മുമ്പിൽ എത്തിയപ്പോൾ നമുക്ക് ദുനിയാവിൽ നാമുമായി ഇടപെട്ട കുറേ സ്ഥലങ്ങൾ നല്ലത് ചെയ്തു എന്ന് റബ്ബിന് മുമ്പിൽ സാക്ഷ്യം നിൽക്കുന്നതാകണം നമ്മുടെ ജീവിതം. അല്ലാതെ നാളെ റബ്ബിന് മുമ്പിൽ എത്തിയപ്പോൾ നാം താമസിച്ച വീട്, നാം അനുഭവിച്ച നമ്മുടെ പരിസരം, അതെല്ലാം നമുക്ക് കേടായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തിപ്പെടരുത്. അത് വല്ലാത്തൊരു ദുഃഖകരമായി തീരും. ആ അവസ്ഥ അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.